നമ്മൾ പ്രകൃതിയുടെ ഭാഗമാവുകയാണെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പ്രകൃതിയിലൂടെ തന്നെ പരിഹരിക്കാവുന്നതേയുള്ളൂ. നാം പ്രകൃതിയുടെ ഭാഗമാണ് എന്ന ബോധം ചെറുപ്പം മുതലേ വളർത്തിയെടുക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും അടിസ്ഥാനവും. ആയുർ ഗ്രീൻ സഞ്ജീവനത്തിലേക്ക് സ്വാഗതം. സ്ട്രെസ്, സ്ട്രെയിൻ, മെന്റൽ ടെൻഷൻ ഇതെല്ലാം ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിന്റെ ബാക്കി പത്രങ്ങളാണ്. തിരക്കിനും ഓട്ടത്തിനുമിടയിൽ പലർക്കും സ്വന്തം മനസ്സിനും ശരീരത്തിനും ഒരു റിലാക്സേഷൻ കൊടുക്കാൻ സാധിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു 30 മിനിറ്റ്സ് റെജുവിനേഷൻ തെറാപ്പിയാണ് ഇന്നാദ്യം സഞ്ജീവനത്തിൽ. മനസ്സ് സ്വസ്ഥമായി ഇരുന്നാൽ എല്ലാം ശരിയാകും. മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് നയിക്കാൻ ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മസാജാണ് ഇവിടെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പോകുന്നത്. സ്ഥിര, സ്നായു, മർമ്മം, സന്ധി, അസ്ഥി എന്നിവയുടെ സംഗമസ്ഥാനമാണ് മർമ്മം. ഈ മർമ്മത്തിൽ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സ്ഥിതമായ പ്രാണനെ ചെറിയ രീതിയിൽ മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് ശാന്താവസ്ഥയിലേക്ക് നയിക്കുക അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുക എന്നതാണ് നമ്മുടെ മസാജിലൂടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരം പൂർണ്ണമായി വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു. ആദ്യമായി പാദപ്രക്ഷാളനം, കാൽ കഴുകുന്ന പ്രക്രിയയാണ്. വാഗപ്പൊടിയോ സ്നാനചൂർണമോ ഗോപിചന്ദനമോ കൊണ്ട് കാൽ നമുക്ക് കഴുകാം. പാദപ്രക്ഷാളനത്തിന് ശേഷം പാദങ്ങൾ തുടച്ച് വിശ്രമാവസ്ഥയിലേക്ക് വെക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ശിരോ അഭ്യംഗം. അഭ്യംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തേപ്പ് എന്നാണ് അർത്ഥം. ഞാൻ ഇതിൽ എണ്ണ തേൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എക്സിക്യൂട്ടീവ് വേഷത്തിൽ ഏത് സമയത്തും വന്ന് ചെയ്യാവുന്ന ഒരു മസാജാണിത്. അതുകൊണ്ട് തന്നെ എണ്ണ തേൽക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ ചിലർക്ക് എണ്ണ വെക്ക് കൊടുക്കാറുമുണ്ട്. അത് വ്യത്യാശ്രിതമാണ്. നല്ലവണ്ണം ശിരസ് മസാജ് ചെയ്യുക. അധിപതി എന്നുള്ള മർമ്മത്തിലും ഇവിടെ പ്രഷർ കൊടുക്കുന്നുണ്ട്. 3 മുതൽ 5 മിനിറ്റ് വരെ മസാജ് നമ്മൾ ശിരസിൽ ചെയ്യുന്നു. ഇത് മുതൽ തന്നെ ഉറക്കം വരുന്ന അവസ്ഥ ആരംഭിക്കുകയാണ്. മൂന്നാം ഘട്ടത്തിൽ മുഖത്തിലുള്ള മർമ്മങ്ങളായ ശംഖാമർമ്മം, ആവൃത്തം, അഭാംഗം, ഫണം മുതലായ മർമ്മങ്ങളിലൂടെ കൈ ഓടിച്ച് മുഖത്തെ പേശികളിൽ നമ്മൾ മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തലവേദന, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് എന്നിവയ്ക്ക് ഇതൊരു ആശ്വാസം നൽകുന്നതാണ്. എല്ലാ മസിലുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നെറ്റിയിൽ വരുന്ന ഈ ചുളിവുകളെല്ലാം ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഈ മസാജും 5 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ്. മുഖത്തൊരു ഗ്ലോ കിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. മാത്രമല്ല ഡെഡ് സെൽസ് നശിച്ചു പോകാനും ഇതുകൊണ്ട് സാധിക്കുന്നു. കഴുത്തിൻ്റെ പുറകിൽ മഞ്ഞ, നീല, മാതൃക എന്നീ മർമ്മങ്ങളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സുഖകരവും ആയിട്ടുള്ള ഒരു മസാജാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ കഴുത്ത് അവർക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ 3 മിനിറ്റ് നേരത്തെ ഒരു മസാജ് തന്നെ പൂർണ്ണമായിട്ട് അവർക്കൊരു ആശ്വാസത്തെ നൽകുന്നതാണ്. ഇതേ അവസരത്തിൽ തന്നെയാണ് നമ്മൾ പുറത്തുള്ള അംസഫലകം എന്നുള്ള മർമ്മത്തിലും മസാജ് ചെയ്യുന്നത്. കഴുത്തിൻ്റെ പുറകിലുള്ള മർമ്മത്തിൽ, ഇവിടെ മർമ്മമല്ല പേശികൾ, ഈ പേശികളിൽ നമ്മൾ സാവധാനം മസാജ് കൊടുക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സുഹൃത്തുക്കൾ പരസ്പരം കഴുത്തിൽ തട്ടിയാണ് ആശ്വസിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പേശിയിൽ കൊടുക്കുന്ന മസാജ് വളരെയധികം ശാന്തത കൈവരിക്കാൻ സഹായിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ കക്ഷാദ്ര മുഖാന്തരം ബൈസെപ്സിലേക്ക് പോവുകയാണ്. അത്രയും ഭാഗത്ത് നമ്മൾ ചെറിയ രീതിയിൽ മർദ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4ാം ഘട്ടത്തിൽ കൈയിലെ ശാഖാമർമ്മങ്ങളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ക്ഷിപ്രം, തലഹൃത്, കുർച്ചാശിര തുടങ്ങിയ മർമ്മങ്ങൾ, പിന്നെ മണിബന്ധം എന്നുള്ള സന്ധിമർമ്മം, അതേപോലെ കൂർപ്പരകം എന്നുള്ള
സന്ധിമർമ്മം, പിന്നെ ഇന്ദ്രവസ്തി എന്നുള്ള മർമ്മം. ഇത്തരം മർമ്മങ്ങളിലാണ് നമ്മളിവിടെ പ്രഷർ കൊടുക്കുന്നത്. അടുത്തതായി പാദാഭ്യംഗമാണ് ചെയ്യുന്നത്. ഇതിന് ഞാൻ ഒരു ക്രീം ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ രീതിയിൽ നിർമ്മിച്ചത് തന്നെയാണ് ക്രീം. കുറച്ച് കാലിന് കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിക്കൈകളും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഉഴിച്ചിലും പ്രസ്സിങ്ങും എല്ലാം വരുന്നുണ്ട്. ഇത് ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ശാഖാമർമ്മങ്ങളിൽ തന്നെ നമ്മൾ പ്രയോഗങ്ങൾ നടത്തുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ഷിപ്രം, തലഹൃത്ത്, കുർച്ചാശിര, പിന്നെ മണിബന്ധ മർമ്മത്തിന് പകരം ഗുൽഫസന്ധി, കുർച്ചാശിരയിലേക്കൊക്കെ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. പിന്നെ പാദത്തിൻ്റെ അടിയിൽ നമ്മൾ മർമ്മങ്ങളിലും അതേപോലെയുള്ള മാംസഭാഗങ്ങളിലും മസാജ് കൊടുക്കുന്നു. ഇക്കിളിപ്പെടുത്തുന്നതും കൂടിയാണ് ഇത്. എന്നാലും ഇത് ഡയറക്റ്റായിട്ട് കാലിൻ്റെ അടിയിൽ നിന്ന് 2 നാഡികൾ കണ്ണിലേക്ക് പോകുന്നുള്ളതായിട്ട് ചരകാചാര്യൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ തൊടുമ്പോൾ തന്നെ വ്യക്തിയുടെ കണ്ണിലേക്ക് രക്തപ്രവാഹം ഉണ്ടാവുന്നത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഗുൽഫസന്ധിയെ റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂറിക് ആസിഡ് അക്യുമുലേഷനൊക്കെ ഈ ഭാഗങ്ങളിൽ ധാരാളം ഉണ്ടാവാം. അതുകൊണ്ട് വല്ലപ്പോഴും ഈ ചികിത്സ എടുക്കുന്നവർ ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും മറ്റും കുറയാനും യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കുറയല്ല, അതുകൊണ്ട് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. ഞെരിയാണിയിലും നമ്മൾ സാവധാനം മസാജ് ചെയ്യുന്നു. ഇനി ചെയ്യാൻ പോകുന്ന ചികിത്സ ഹിപ്പ് ജോയിൻ്റ് വരെ ഉള്ള ഞരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്നതാണ്. അത് ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. വൈദ്യനിർദ്ദേശാനുസരണം അല്ലെങ്കിൽ വൈദ്യനല്ലാണ്ട് മറ്റാരും ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. ഏകദേശം 10 മിനിറ്റാണ് ഒരു കാലിന് നമ്മൾ കൊടുക്കുന്ന മസാജ്. കാലിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ക്ഷീരബല പോലുള്ള എണ്ണകൾ ഉപയോഗിക്കാം. പ്രഷറിനെ നിയന്ത്രിക്കാൻ അത് സഹായിക്കുന്നതാണ്. ഇതൊന്നും ഇല്ലാതെ തന്നെയും കുറച്ച് പ്രഷർ കൂടി വരുന്ന വ്യക്തിക്ക് ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ കുറയുന്നതായിട്ട് കാണാം. എന്നാൽ ലോ പ്രഷർ ഉള്ളവർക്ക് അത് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നതല്ല. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. നല്ലവണ്ണം ഉറക്കം കിട്ടുക, കംപ്ലീറ്റായിട്ട് മനസ്സിന് ശാന്തി ലഭിക്കുക, ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂടുക, രക്തചംക്രമണം ശരിയായ രീതിയിലാവുക, ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. എങ്ങനെയൊക്കെ ആയാൽ തന്നെ ഏജിങ് പ്രോസസ്സ് അല്ലെങ്കിൽ വയസ്സാവൽ പ്രക്രിയ വളരെ മന്ദഗതിയിലായിട്ട് നടക്കുന്നതാണ്.